കഴിഞ്ഞു പോയ അവസരങ്ങളിൽ എനിക്ക് എന്താണ് നേടാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞു പോയ ഓരോ അവസരങ്ങളിലും എനിക്ക് എന്താണ് നേടാൻ കഴിഞ്ഞത്? പടച്ചറബ്ബേ, ഇന്നല്ലെങ്കിൽ നാളെ അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് എന്റെ റൂഹിനെ പിടിച്ചുകൊണ്ട് പോകുമല്ലോ. ഞാൻ എന്താണ് നേടിയിട്ടുള്ളത്? നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങി നിൽക്കുകയാണല്ലോ. ആ പടച്ച തമ്പുരാനെ കണ്ടുമുട്ടുമ്പോൾ അസ്റാഈൽ എന്നെ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എന്റെ റൂഹിനെ പറഞ്ഞു വിടുമ്പോൾ, പടച്ചറബ്ബേ, എനിക്ക് ഖബറും മഹ്ശറയും ഹിസാബും സിറാത്തും എല്ലാം എനിക്ക് കടന്നു വരാനുണ്ട്. ഈ മേഖലകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വിജയിച്ചവനാകണല്ലോ. എന്റെ ഏട് നന്മയുടെ ഏട് ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടവരും കനം തൂങ്ങപ്പെട്ടവരും ആകണല്ലോ. അല്ലാഹുവേ, പടച്ചറബ്ബേ, ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് എന്റെ പ്രിയമുള്ളവരെ സ്വന്തം നഫ്സിനോട് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. നമ്മളതിനെ കുറിച്ചിട്ട് വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തേക്ക് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഓരോ കാരണങ്ങൾ അവിടുന്ന് വ്യക്തമാക്കുകയാണ്. അതാ അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, അതാ അവിടുന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാരും അറിയാത്തൊരു അമൂല്യമായ നിധിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാരും അറിയാത്ത അമൂല്യമായ ഒരു നിധിയായിരുന്നുവത്രേ. അങ്ങനെ എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയണമെന്ന് വിചാരിച്ചപ്പോൾ ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹങ്ങളുണ്ടല്ലോ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ഇതെല്ലാം അല്ലാഹു സൃഷ്ടിച്ചു. ഇനി എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുകയാണല്ലോ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാനിവിടെ ജിന്നവർഗത്തെ മനുഷ്യവർഗത്തെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നതാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ എന്നെ പടച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടിയിട്ട് ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹങ്ങൾ സൃഷ്ടിക്കുന്നതാ. ഇവിടെ പരിപാലിച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നില്ല. ഇവിടെ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല തരുന്നില്ല. പടച്ചറബ്ബേ, ഈ കാണുന്ന പ്രപഞ്ചത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എന്നിട്ടും മനുഷ്യനിതാ നന്ദികേട് കാണിക്കുന്നവരായി മാറുകയാണല്ലോ. നന്ദികേട് കാണിക്കുന്നവരായി മാറുകയാണല്ലോ. നമ്മുടെ ശരീരത്തിൽ തന്നെ ഒന്ന് എടുത്തു നോക്കുമ്പോ, നമ്മുടെ ശരീരത്തെ തന്നെ ഒന്ന് എടുത്തിട്ട് നോക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രണ്ട് കണ്ണ് തന്നിട്ടുണ്ട്, രണ്ട് ചുണ്ട് അല്ലാഹു തആല തന്നിട്ടുണ്ട്. അല്ലാഹു തആല നമുക്ക് നാക്ക് തന്നിട്ടുണ്ട്. അല്ലാഹുവേ, നമുക്ക് സഞ്ചരിക്കാനുള്ള തിരഞ്ഞെടുക്കാനുള്ള രണ്ട് വഴികൾ, നല്ല മാർഗങ്ങൾ അല്ലാഹു തആല തന്നിട്ടുണ്ട്. ഇതെല്ലാം പടച്ച തമ്പുരാൻ ദുനിയാവിൽ മനുഷ്യരായ
നമുക്ക് മുമ്പിലൂടെ തന്നിട്ടുണ്ട്. എന്നിട്ടാണ് അല്ലാഹു തആല മനുഷ്യരായ നമ്മെ ഇവിടേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഒരുക്കി തന്നു, എല്ലാം ഒരുക്കി തന്നിട്ട്, എല്ലാം അല്ലാഹു തആല നമുക്ക് കാണിച്ചു തന്നിട്ട് അല്ലാഹു പടച്ച തമ്പുരാൻ നമ്മോട് നിസ്കരിക്കാൻ പറയുന്നത്, നമ്മോട് നോമ്പെടുക്കാൻ പറയുന്നത്, പടച്ച തമ്പുരാനോട് ശുക്ർ ചെയ്യാൻ പറയുന്നത്, ഒരുപാട് ദിക്റുകൾ ചൊല്ലാൻ അവിടുന്ന് പറയുന്നത്. അതാ വിടുന്നത് കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നത് നമ്മുടെ കടമയാണ്. അല്ലാഹന്റെ വിശുദ്ധമായ ഖുർആൻ എന്നെ എടുത്തു നോക്കിയാ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കാണുമല്ലോ, അല്ലാഹന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽആദിയാതി ളബ്ഹാ, ഫൽമൂരിയാതി ഖദ്ഹാ, ഫൽമുഗീറാതി സുബ്ഹാ, ഫഅസർന ബിഹി നഖആ, ഫവസത്ന ബിഹി ജംആ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, വഇന്നഹു അലാ ذلك لشهيد وإنه لحب الخير لشديد. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമ്മോട് ഓതി കേൾപ്പിക്കുകയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, വൽആദിയാതി ളബ്ഹാ, ഫൽമൂരിയാതി ഖദ്ഹാ, ഫൽമുഗീറാതി സുബ്ഹാ. യുദ്ധപ്പറമ്പിലേക്ക് തന്റെ യജമാനനെയും പടച്ച റബ്ബേ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യുദ്ധപ്പറമ്പിലേക്ക് വടംപടി ശബ്ദത്തോട് കൂടി പൊടിപടലങ്ങൾ പാറിച്ചിട്ടോ തീപ്പൊരി പാറിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഓടിപ്പോകുന്ന കുതിരയെ തന്നെയാണ് സത്യം. ആ കുതിരയെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാ, സത്യം ചെയ്തുകൊണ്ട് പറയുകയാ, പടച്ചുറമ്പേ രാത്രി സമയത്ത് തന്റെ ആലയിലേക്ക് കൊടുന്നു കെട്ടുമ്പോൾ എനിക്ക് വേണ്ട മുതിരയും വെള്ളവും എല്ലാം തന്നിട്ടോ രാത്രി സമയങ്ങളിൽ എനിക്ക് വേണ്ടിയിട്ട് പടച്ചുറമ്പ് ഒരുപാട് സംരക്ഷിക്കുന്ന, എനിക്ക് ഭക്ഷണവും വെള്ളവും തരുന്ന എന്റെ യജമാനന്, ആ യജമാനനെ മുകളിലെത്തിക്കൊണ്ട് യുദ്ധത്തിന്റെ പറമ്പിലേക്ക് ഓടിപ്പോകുന്ന കുതിരയുണ്ടല്ലോ, ആ കുതിരക്കറിയുമല്ലോ, ആ കുതിരക്കറിയുമല്ലോ പടച്ചുറമ്പേ, ഞാൻ യുദ്ധപ്പറമ്പിലേക്ക് യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് എന്റെ ജമാനെയും വെച്ചിട്ട് കടന്നു പോകുമ്പോൾ പടച്ചുറമ്പേ ശത്രുവിന്റെ വാളന്മാർ വാഴുവിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ എന്റെ ശിരസിന്റെ, എന്റെ തലയുടെ, എന്റെ കഴുത്തിന്റെ നേരെ എങ്ങാനും അങ്ങ് വാങ്ങി വീശിക്കഴിഞ്ഞാൽ ആ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഞാൻ പിടഞ്ഞു വീഴുമെന്ന് ഈ കുതിരക്കറിയാമുമ്മ. എന്നാലും തന്റെ യജമാനൻ എനിക്ക് വേണ്ടി നന്ദി ചെയ്യുന്നത് കൊണ്ട്, എനിക്ക് വേണ്ടി ഭക്ഷണം തരുന്നത് കൊണ്ട് ആ യജമാനനെ കൊണ്ട് യുദ്ധപ്പറമ്പിലേക്ക് കടന്നു പോകുന്ന കുതിരയെ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചു. റബ്ബേ അല്ലാഹുവേ, മിണ്ടാ പ്രാണിയായ കുതിരയെ പിടിച്ചിട്ട് ഇവിടുന്ന് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് ഇവിടുന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ചോദിക്കുകയാ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. എന്നിട്ടെന്തേ മനുഷ്യനെന്തേ നന്ദികേട് കാണിക്കുന്നത്? ഈ കുതിര പോലെ തന്റെ യജമാനന് അനുസരണ കാണിക്കുന്നുണ്ടെങ്കിലോ, തന്റെ യജമാനന് വേണ്ടിയിട്ട് പടച്ച റബ്ബേ അവിടുന്ന് നന്മ കാണിക്കുന്നുണ്ടെങ്കിലോ, അവിടുന്ന് അനുസരണ കാണിക്കുന്നുണ്ടെങ്കിലോ, എന്തുകൊണ്ടാ മനുഷ്യരായ നമ്മളിങ്ങനെ നന്ദികേട് കാണിക്കുന്നത് എന്നോ, നന്ദികേട് കാണിക്കുന്നത് എന്നോ? അത് അവിടുന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരായ നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു തആല പടച്ചു വിട്ടത് അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യാനാണ്. ആരാരും അറിയാത്ത അമൂല്യമായ നിധിയായി പടച്ചു തമ്പുരാൻ ഇരിക്കുമ്പോൾ എല്ലാവരും ഒരു ദിവസം എന്നെ അറിയണമെന്ന് അല്ലാഹു തആല തീരുമാനിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖത്തുൽ ഖലായിക കുല്ലഹാ, ഈ കാണുന്ന പ്രപഞ്ചത്തിൽ, ഈ കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ഡ കടാകം മുഴുവനും അല്ലാഹു തആല സൃഷ്ടിച്ചു.
എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എന്നിട്ടോ ഈ പ്രപഞ്ചത്തിലെല്ലാം സൃഷ്ടിച്ചിട്ട് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അത് അല്ലാഹു തആല ജിന്നിനെയും മനുഷ്യവർഗത്തെയും ഈ ഭൂമിയിൽ അല്ലാഹു തആല സൃഷ്ടിച്ചത് ആ പടച്ച തമ്പുരാൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു ബോധം നൽകട്ടെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു തആല ചോദിക്കാൻ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ എന്താണ് അല്ലാഹുവിന്റെ നന്ദികേട് കാണിക്കുന്നത്? അല്ലാഹുവേ പടച്ച റബ്ബേ, നമ്മളൊന്ന് ആലോചിച്ച് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മളൊന്ന് എണ്ണി നോക്കിയാൽ, നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളമാണ്, എണ്ണിയാൽ തീരോ? നമ്മുടെ ശരീരത്തിൽ തന്നെ ഒന്ന് നോക്കൂ. അല്ലാഹു തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ, അല്ലാഹു തആല നമുക്ക് തന്ന വെളിച്ചങ്ങൾ, ഈ വെളിച്ചവും ഈ അനുഗ്രഹവുമെല്ലാം നമ്മൾ എടുത്തു നോക്കിയാൽ എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കലും തന്നെ നമുക്ക് എണ്ണിയാൽ തീരില്ല എത്രത്തോളമാണ്. എന്നിട്ടും പടച്ച തമ്പുരാനെ മറക്കുകയാണ് നമ്മൾ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഈ ഹദീസ് ഒന്ന് നോക്കണേ. ലൈസ അഹദുൻ അഫ്ളല ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ ഒരു കാര്യം എന്താണെന്നറിയോ? മിൻ മുഅ്മിനിൻ യുഅമ്മറു ഫിൽ ഇസ്ലാം. മുസ്ലിമായ ആയുസ് കൂടുതൽ കിട്ടിയ ഒരു മുഅ്മിനിനേക്കാൾ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ മനുഷ്യരായ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? തസ്ബീഹിഹി വതക്ബീരിഹി വതഹ്ലീലിഹി. അല്ലാഹുവേ പടച്ച റബ്ബേ, ഒരുപാട് തക്ബീർ ചൊല്ലലാണ്, ഒരുപാട് തഹ്ലീൽ ചൊല്ലലാണ്, ഒരുപാട് തസ്ബീഹുകൾ ചൊല്ലലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഓരോ മനുഷ്യന്റെയും ആയുസ് കൂടുന്നത് വരെ അതിലാണല്ലോ പടച്ച തമ്പുരാൻ ദുനിയാവിൽ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട്, നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനുണ്ടോ? ആ മനുഷ്യൻ അല്ലാഹു തആല ആയുസ്സിനെ നീട്ടിക്കൊടുക്കുകയാണ്. അല്ലാഹു തആല ആയുസ്സിനെ നീട്ടിക്കൊടുക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ വേണ്ട കാര്യം എന്താ? ആ പടച്ച തമ്പുരാന് ദുനിയാവിന്റെ തൊലിക്കമുകളിലൂടെ കടന്നു പോകുന്ന ഏതൊരു മനുഷ്യനുണ്ടോ അവൻ അല്ലാഹനെ ആരാധിക്കണം, അല്ലാഹനെ ആദരിക്കണം, അല്ലാഹനെ പടച്ച റബ്ബേ ദിക്റുകളെ കൊണ്ട് തന്റെ നാക്കുകൾ ധന്യമാക്കണം. ഒരുപാട് തസ്ബീഹുകൾ ചൊല്ലണം, ഒരുപാട് തഹ്ലീലുകൾ ചൊല്ലണം. ഇതാണ് പടച്ച തമ്പുരാന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും നടന്നാൽ ദുനിയാവിൽ തന്നെ അവന്റെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കുന്നതാണ്, അവന്റെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കുന്നതാണ്. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ തൊലിക്കുമുകളിലോ, അതുകൊണ്ട് പടച്ച തമ്പുരാനെ മറക്കരുത്, അല്ലാഹനെ മറക്കരുത്, അല്ലാഹനെ മറന്നു പോകരുത്. റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് കടന്നു പോകരുത്. എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച ഒരു സ്വഹാബിയുടെ ചരിത്രം ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാൽ, അല്ലാഹനെ സ്നേഹിച്ചാൽ, അല്ലാഹുവിന്റെ റസൂലിനെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോ, അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹുവേ പടച്ച റബ്ബേ, അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അല്ലാഹുവേ, ദീനിന്റെ ആലിമീങ്ങളെ, ദീനിന്റെ അഹ്ലുകാരെ, സയ്യിദന്മാരെ, ആലിമീങ്ങളെ പടച്ച റബ്ബേ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ടെന്നറിയോ? പടച്ച റബ്ബേ, എവിടെയൊക്കെ പ്രഭാഷണങ്ങൾക്ക് കടന്നു ചെന്നാലും
അല്ലാഹുവേ കയ്യെ പിടിച്ചിട്ട് ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറയുന്ന ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ ഞങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ടെന്ന് പറയുന്ന എത്രയോ ആളുകളാ, സ്നേഹിക്കുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയോ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ പാപിക്ക് പകരം കൊടുക്കാൻ പ്രാർത്ഥന മാത്രമാണ് അല്ലാ, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മാത്രമാണ് അല്ലാ. ഒരാളെയും നീ പരാജയപ്പെടുത്തല്ല അല്ലാ, വിഷമിപ്പിക്കരുതേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം. മഹാനായ തുൽഅത്ത് ഇബ്നു ബറാഅ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പടച്ച റബ്ബേ വല്ലാത്ത സ്നേഹമാ, അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാണ്, മുത്തുനബിയെ വല്ലാത്ത ഇഷ്ടമാണ്. പള്ളിയിലേക്ക് എല്ലാ ദിവസവും കടന്നു വന്നിട്ട് പടച്ച റബ്ബേ അവിടെ നമസ്കരിച്ചിട്ട് അല്ലാഹുവിന് വേണ്ടിയിട്ട് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യുന്ന മഹാനാണല്ലോ മഹാനായ തുൽഅത്ത് ഇബ്നു ബറാഅ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹ് ഒരു ദിവസം മഹാനവറുകളെ പള്ളിയിലേക്ക് കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, യാ സഹാബാ, തുൽഅത്ത് ഇബ്നു ബറാഅ തങ്ങൾ എവിടെയാണ് സഹാബാ? പടച്ച റബ്ബേ, സഹാബത്ത് അവിടെ നിന്ന് പറയുകയാണ്, സഹാബത്ത് അവിടെ നിന്നും പറയുകയാണ്, യാ റസൂലല്ലാഹ്, തുൽഅത്ത് ഇബ്നു ബറാഅ തങ്ങൾക്ക് അസുഖം പിടിപെട്ടിരിക്കുകയാണ് നബിയേ, വല്ലാത്ത ക്ഷീണമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും തുൽഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. പടച്ച റബ്ബേ, തുൽഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ അസുഖം എന്താണെന്നറിയോ? ബോധരഹിതനായിട്ട് വീഴുകയാണല്ലോ, ശരീരം മുഴുവനും വല്ലാത്ത വേദനയാകുകയാണല്ലോ. അല്ലാഹുവേ, ബോധം വീണ് വീണ് കഴിഞ്ഞാ പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അത്ര എണീക്കുക. വല്ലാത്ത പ്രയാസമുള്ള അസുഖമാണ്. കുടുംബക്കാരും നാട്ടുകാരും സ്നേഹിക്കുന്നവരുമെല്ലാം വല്ലാത്ത വിഷമത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും കടന്നു ചെല്ലുമ്പോ തുൽഅ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അവിടുന്ന് ബോധരഹിതനായിട്ട് വീണിരിക്കുകയാണോ. പടച്ച റബ്ബേ, തുൽഅ തങ്ങൾ ഇങ്ങനെ ബോധരഹിതനായിട്ട് കിടക്കുകയാ. റസൂലുള്ളാഹി തുൽഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് ഒരുപാട് സമയം ഇരുന്നു. ഒരുപാട് സമയം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണോ. പടച്ച റബ്ബേ, തുൽഅ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അവിടെ നിന്ന് എണീക്കുന്നില്ല. ഒരുപാട് സമയം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുൽഅ റളിയല്ലാഹു തആല അൻഹുവിന് അവിടെ നിന്ന് പടച്ച റബ്ബേ ഒരുപാട് ദുആ ചെയ്തു, ഒരുപാട് ദുആ ചെയ്തു. അല്ലാഹുവേ, ഒരുപാട് ദുആ ചെയ്തു. അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുവേ തന്റെ കൂട്ടുകാർ, കുടുംബക്കാരോട്, ബന്ധുക്കളോട് പറയുകയാണ്, തുൽഅ തങ്ങളെങ്ങാനും വഫാത്തായ, മരണപ്പെട്ടാൽ പടച്ച റബ്ബേ തുൽഅ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ പടച്ച റബ്ബേ എന്നെ നിങ്ങൾ അറിയിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തിറങ്ങുകയാണ്. അല്ലെങ്കിൽ തുൽഅക്കെങ്ങാനും ബോധം വന്നാൽ ഞാൻ വന്നിരുന്നെന്ന് നിങ്ങൾ പറയണേ എന്നും പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയും സ്വഹാബത്തും അതാ തുൽഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ നിന്ന് പോരുകയാണ്. തുൽഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബോധം അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോ വരികയാണ്. അവിടുന്ന് തന്റെ കൂട്ടുകാര്, തന്റെ കുടുംബക്കാരെല്ലാവരും പറഞ്ഞു, തുൽഅ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരുന്നല്ലോ തുൽഅ. അവിടെ നിന്ന് പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി അവിടുന്ന് പറയുകയാണ്, റസൂലുള്ളാഹി എന്താണ് നിങ്ങളോട് പറഞ്ഞത്?
പടച്ച റബ്ബേ അവിടുന്ന് തന്റെ കുടുംബക്കാര് പറയുകയാണ് തൽഹ നിനക്ക് ബോധം വന്നാൽ ഓർമ്മ തിരിച്ചു വന്നാൽ ഞങ്ങൾ വന്നിരുന്നു എന്ന് പറയണേ. അതേപോലെ തന്നെ പടച്ച തമ്പുരാനെ നീ അങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ജനാസ നിന്റെ മരണപ്പെട്ട വിവരം എന്നെ അറിയിക്കണമെന്നോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങ് പറയേണ്ട താമസമുണ്ടല്ലോ. മഹാനായ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ഞാനങ്ങ് രാത്രിയാണ് മരണപ്പെടുന്നതെങ്കിലോ എന്റെ മുത്തുനബിയോട് പറയല്ലേ, എന്റെ മുത്തുനബിയോട് പറയല്ലേ. ഞാൻ പകലിലാണ് മരണപ്പെടുന്നതെങ്കിലോ എന്റെ ഹബീബിനോട് പറഞ്ഞുകൊള്ളുക, മുത്തുനബിയോട് നിങ്ങൾ പറഞ്ഞുകൊള്ളുക എന്ന് മഹാനായ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാ. തന്റെ കുടുംബക്കാരവിടുന്ന് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ, മരണ വിവരം നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവേ മരണവിവരം നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്തേ നിങ്ങൾ ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ പടച്ച റബ്ബേ അവിടുന്ന് പറയുകയാണ്, ഞാനിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? എന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാ സമയത്തോ പടച്ച റബ്ബേ എന്നെ കാണാൻ ഇതിലൂടെ എങ്ങാനും കടന്നു വരുമ്പോ എന്റെ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എന്റെ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. അതുകൊണ്ട് എന്റെ റസൂലുള്ളാഹിനോട് ഞാൻ രാത്രി മരിച്ചാ പറയരുതോ, പകലാകുമ്പോ ആ ഒരു ഭയം എനിക്കില്ല. പകലാകുമ്പോ എനിക്ക് പേടിയില്ല എന്ന് അവിടുന്ന് മഹാനായ തൽഹ ഇബ്നു ബറാഅ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ തൽഹ റളിയല്ലാഹു തആല അൻഹു 1-2 ദിവസങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ അല്ലാഹ് രാത്രി സമയത്താണ് ലോകത്തോട് വിട പറഞ്ഞത്. തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുപോയിട്ട് മറമാടുകയാ. അവിടുന്ന് ഖബറടക്കി റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ടില്ല. അല്ലാഹുവേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബക്കാരെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാ, എന്റെ തൽഹ എവിടെ? എന്റെ തൽഹക്ക് എങ്ങനെയുണ്ടോ? അതാ അവിടുന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാതിരുന്നത്? എന്തേ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാതിരുന്നത് എന്നവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അവരവിടെന്ന് പറയുകയാണ്, മഹാനായ തൽഹ തങ്ങൾ പറഞ്ഞിരുന്നു, രാത്രി സമയത്താണ് ഞാൻ മരിക്കുന്നതെങ്കിലോ ഒരിക്കലും തന്നെ നിങ്ങളത് പറയരുത് മുത്തുനബിയോട്. കാരണം റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനത് ഭയക്കുന്നുണ്ട്, ഞാനത് പേടിക്കുന്നുണ്ട് എന്ന് മഹാനായ തൽഹ തങ്ങൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പകലാണ് മരിക്കുന്നതെങ്കിൽ റസൂലുള്ളാഹിനോട് നിങ്ങൾ പറയണേ എന്നവിടുന്ന് അല്ലാഹുവേ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരുന്നു എന്ന് അവിടുന്ന് തന്റെ കുടുംബക്കാര് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പടച്ച റബ്ബേ അവിടുന്ന് വല്ലാത്ത വിഷമമായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, യാ സ്വഹാബ,
എവിടെയാണ് ത്വൽഹ തങ്ങളുടെ ഖബറെന്ന് പറയുമോ? ത്വൽഹ തങ്ങളെ മറമാടിയത് എവിടെയാണെന്ന് പറയുമോ? എനിക്കൊന്ന് കാണിച്ചു തരുമോ? പടച്ച റബ്ബേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അതാ മഹാനായ ത്വൽഹ തങ്ങളുടെ ഖബറിന്റെ ചാരത്ത് ചെല്ലുകയോ. എന്നിട്ട് അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ ഖബറിന്റെ ചാരത്ത് കടന്നു ചെന്നിട്ടോ പടച്ച റബ്ബേ, അവിടുന്ന് ആ ഖബറിന്റെ തീവ്തിയിൽ ഇരുന്നിട്ടോ ഖബറിന്റെ തൊട്ടടുത്തിരുന്നിട്ടോ പടച്ച റബ്ബേ, അവിടുന്ന് പൊട്ടിക്കരയുകയോ. അല്ലാഹുവേ, കൂടെ നിൽക്കുന്ന സഹാബത്ത് അവിടുന്ന് വല്ലാതെ കരയുന്നുണ്ടോ. റസൂലുള്ളാഹി അത്രയ്ക്കും സ്നേഹിച്ചു പോയിരുന്നു. റസൂലുള്ളാഹി അത്രയ്ക്കും സ്നേഹിച്ചു പോയിരുന്നു മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് അവിടുന്ന് റസൂലുള്ളാഹി ദുആ ചെയ്യുകയാണ്. എന്നിട്ട് അവിടുന്ന് റസൂലുള്ളാഹി ദുആ ചെയ്യുകയാണ്, അല്ലാഹ് എന്റെ ത്വൽഹയെ നീ പുഞ്ചിരിപ്പിക്കണേ അല്ലാഹ്. നാളെ മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോ എന്റെ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ത്വൽഹ ഇബ്നു ബറാഅ ഉണ്ടല്ലോ, ഈ ബറാഇനെ നാളെ മഹ്ശറയിലേക്ക് വരുമ്പോ നിന്നെ കണ്ടുമുട്ടുമ്പോ അവിടുന്ന് പുഞ്ചിരിപ്പിക്കണേ അല്ലാഹ്. ഈ ത്വൽഹയോട് നീയും പുഞ്ചിരിക്കണേ അല്ലാഹ്. പുഞ്ചിരിച്ചിട്ട് എന്റെ ത്വൽഹയെ സ്വീകരിക്കണേ അല്ലാഹ് എന്നവിടുന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ടോ അതാ അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, ഇതാണ് ഉമ്മ. പടച്ച റബ്ബേ, ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് പടച്ച റബ്ബേ, അല്ലാഹുവേ, ഞാനടക്കമുള്ള ഒരുപാട് ഉസ്താദന്മാരുണ്ടല്ലോ പ്രിയമുള്ളവരെ, അവരൊക്കെ പഠിപ്പിക്കുന്ന, അവരൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവരൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് മക്കളുണ്ടാകും. അവർക്കൊക്കെ ഒരു വേദന വന്നാ സത്യം പറയാലോ ഉമ്മ, ഓരോ ഉസ്താദന്മാരുടെ ഹൃദയം ഇങ്ങനെ പിടയുകയാണ്. സ്വന്തം മക്കളെ പോലെ സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന അല്ലാഹുവേ, രാവിലെ സമയത്ത് പടച്ച റബ്ബേ പുസ്തകവും ഖുർആനും തൊപ്പിയും ധരിച്ചിട്ട് പടച്ച റബ്ബേ ഖുർആനും പുസ്തകവും എടുത്തിട്ട് തട്ടമിട്ടിട്ട് പിഞ്ചു മക്കൾ മദ്രസയിലേക്ക് കടന്നു വരുമ്പോ ഓരോ ഉസ്താദന്മാർക്കും പടച്ച റബ്ബേ അന്യരായിട്ട്, അന്യ മക്കളായിട്ട് കാണാൻ കഴിയില്ലല്ലോ, അന്യ മക്കളായിട്ട് കാണാൻ കഴിയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് പടച്ച റബ്ബേ എന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു 6 വയസ്സുള്ള 1-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആസിഫ് അലി എന്ന് പറയുന്ന പെരിന്തൽമണ്ണ ഭാഗത്തുള്ള അല്ലാഹുവേ പടച്ച റബ്ബേ കാര്യാവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് പടച്ച റബ്ബേ ഒരു പിഞ്ചു മോനുണ്ടായിരുന്നു. പടച്ച റബ്ബേ, ഇന്ന് ഞാൻ ആ പൊന്നുമോനെ ഓർത്തു പോവുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും മിടുക്കനാ, നല്ല മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. വല്ലാത്ത സ്നേഹമുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. പടച്ച റബ്ബേ, അല്ലാഹുവേ, ഒരു ശനിയാഴ്ച ദിവസം അതാ അല്ലാഹുവേ പടച്ച റബ്ബേ, എന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. പടച്ച റബ്ബേ, ഒരു ഞായറാഴ്ച ദിവസം എന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ഉസ്താദ്, ഞാന് പടച്ച റബ്ബേ, ഞാൻ ഇന്നാലിന്റെ സ്ഥാപനത്തിലെ ടീച്ചറാണ്. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആസിഫ് അലി എന്ന് പറയുന്ന പൊന്നുമോന് മരണപ്പെട്ടിട്ടുണ്ട് ഉസ്താദ്. പടച്ച റബ്ബേ, ഞാൻ ചോദിച്ചു, ടീച്ചറെ എങ്ങനെയാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്? പടച്ച റബ്ബേ, ആ ടീച്ചർ എന്നോട് പറയുകയാണ്, ഉസ്താദേ, വെള്ളത്തിൽ മുങ്ങിയതാണ്, കുളത്തിൽ മുങ്ങിപ്പോയതാണെന്ന് പറയുകയാണ്. പടച്ച റബ്ബേ, കേട്ടപ്പോ തരിച്ചു പോയി ഉമ്മ. ദിവസങ്ങളോളം ആ പൊന്നുമോൻ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ആ ഒരു രംഗമുണ്ടല്ലോ. പടച്ച റബ്ബേ, വെള്ളം പുതച്ചിട്ട്
ആ പിഞ്ചുമുഖം എന്റെ കണ്ണിൽ ഇങ്ങനെ കാണുകയാ, മറക്കാൻ കഴിയുന്നില്ല, മറക്കാൻ കഴിയുന്നില്ല. പടച്ചറബേ, ആ പൊന്നുമോന്റെ മഹല്ലത്തില് അല്ലാഹുവേ 1.5 വർഷത്തോളം ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പൊന്നുമോനെ ഖബറിന്റെ ചാരത്ത് ഒരുപാട് തവണ പോയിട്ട്, ഓരോ ദിവസവും പോയിട്ട് പടച്ചറബേ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവേ പടച്ചറബേ, ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മുമ്പിലൂടെ കടന്നു വരുന്ന മക്കളുണ്ടല്ലോ, അവരൊക്കെ സ്നേഹത്തോടു കൂടെ അല്ലാഹുവേ ഉസ്താദേ എന്ന് വിളിക്കുമ്പോ അല്ലാഹുവേ ഹൃദയത്തിന് എന്തൊരു സന്തോഷമാ. പടച്ചറബേ, ഇന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും അല്ലാഹുവേ പഠിപ്പിച്ച വിട്ട മക്കളോ അല്ലാഹുവേ സ്നേഹത്തോടു കൂടെ അവർ ഓരോ സംഭാഷണങ്ങൾ നടത്തുമ്പോ അല്ലാഹുവേ ഉസ്താദേ നമുക്ക് യാത്രകൾ പോവുകയല്ലേ എന്ന് ചോദിക്കുമ്പോ പടച്ചറബേ, അല്ലെങ്കിൽ അവർ ഫംഗ്ഷനുകൾക്ക് വിളിക്കുമ്പോ അവരുടെ വിശേഷങ്ങൾ പറയുമ്പോ അല്ലാഹുവേ എന്തൊരു സന്തോഷമാ. അങ്ങനെ ഒരുപാട് മക്കളുണ്ട് ഉമ്മ, സ്നേഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരായ മക്കൾ നമ്മുടെയൊക്കെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. ഉസ്താദന്മാരെ കാണുമ്പോ പടച്ചറബേ തല തിരിഞ്ഞു പോകുന്ന, തിരിഞ്ഞു കളയുന്ന മക്കളെല്ലാം നമ്മളൊക്കെ വിചാരിക്കുകയാണ് എല്ലാ മക്കളും അങ്ങനെയാണെന്ന് വിചാരിക്കുകയാണ്. അല്ല അല്ല, സ്നേഹിക്കുന്ന നല്ല നല്ല ചെറുപ്പക്കാര് നമുക്ക് മുമ്പിലൂടെയുണ്ട്. ദീനെന്ന് പറഞ്ഞ, ഇൽമെന്ന് പറഞ്ഞ ഓടിയെത്തുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ടെന്നറിയോ എന്റെ പ്രിയമുള്ളവരെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ, അൽ ഉലമാ വറസത്തുൽ അംബിയാ. ഓരോ ഉലമാക്കളുണ്ടല്ലോ, ഓരോ ആലിമീങ്ങളുണ്ടല്ലോ, ഇവരുടെ ഡ്യൂട്ടി എന്താണെന്ന് അറിയോ? അവർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. അവർ പ്രവാചകന്മാരുടെ ദൗത്യം നിർവഹിക്കാൻ കടന്നു വന്നവരാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞാനടക്കമുള്ള ഒരുപാട് ഉസ്താദന്മാര് പള്ളികളിൽ ജോലി ചെയ്യുന്നവരാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ ദീനിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഓടി നടക്കുന്നവരാ. പടച്ചറബേ, അല്ലാഹുവേ, ഞങ്ങളിൽ ലോകമാന്യം തരല്ല അല്ലാ, ദുനിയാവിന്റെ ചിന്ത തരല്ല അല്ലാ, ആഖിറത്തിലേക്ക് പണിയെടുക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നല്ല നന്മയാർന്ന രീതിയിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ.